നാഫിയായ ഇൽമും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഈ ദുനിയാവിന് ഒരു വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു പച്ചവെള്ളം പോലും അല്ലാഹ് ഇല്ല എന്ന് പറയുന്നവർക്കോ അവിശ്വാസികൾക്കോ അല്ലാഹു കൊടുക്കുമായിരുന്നില്ല. ഈ ദുനിയാവിന് അല്ലാഹു വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുന്നത്. എന്നാൽ ആഖിറത്തിൽ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നിങ്ങൾക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഖിറത്തിന് വില കൽപ്പിച്ചത് കൊണ്ടാണ് വിശ്വാസികൾക്ക് മാത്രം ശാശ്വതമായ സുഖലോക സ്വർഗം അല്ലാഹു നൽകുന്നുണ്ട്. അല്ലാഹു സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. സൂറത്തു സുഖ്റുഫിൽ 33-ാം ആയത്ത് അല്ലാഹു പറയുകയാണ്, വലൗലാ അൻ യകൂന الناس أمة واحدة لجعلنا لمن يكفر بالرحمن لبيوتهم سقفا من فضة ومعارج عليها يظهرون ولولا أن يكون الناس أمة واحدة ജനങ്ങളെല്ലാം ഒരൊറ്റ പാർട്ടി ആയിപ്പോകില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും സത്യനിഷേധികളായി പോകില്ലായിരുന്നുവെങ്കിൽ റഹ്മാനായ അല്ലാഹു ലജഅൽനാ ലിമൻ യക്ഫുറു ബിർറഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ കൊണ്ട് നിഷേധിക്കുന്നവർക്ക് നാം കൊടുക്കുമായിരുന്നു. എന്ത്? ലിബുയൂതിഹിം സുഖുഫാ മിൻ ഫിദ്ദത്തിൻ വമആരിജ അലൈഹാ യദ്ഹറൂൻ, അവരുടെ വീടുകൾ, ലിബുയൂതിഹിം അവരുടെ വീടുകൾ എന്ത് കൊടുക്കും? സുഖുഫൻ മിൻ ഫിദ്ദ, ആ വീടുകൾ അവരുടെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ വാൽക്കണി എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുമെങ്കിൽ ആ വാൽക്കണിയിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന് മറ്റു പരിസര പ്രദേശങ്ങളെല്ലാം വീക്ഷിക്കുന്ന ആ വാൽക്കണികൾ നാം ആക്കുമായിരുന്നു മിൻ ഫിദ്ദ, വെള്ളി കൊണ്ട് നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. മാത്രമല്ല വലിബുയൂതിഹിം അബ്വാബാ, അവരുടെ വാതിലുകളും വസുറൂറൻ അലൈഹാ യത്തഖിഊൻ, അവർ ചാരിയിരിക്കുന്നതെല്ലാം വെള്ളിയാക്കുമായിരുന്നു. സുഖ്റുഫയുടെ മായന കൊടുക്കുന്നത് സ്വർണം എന്നാണ്. അങ്ങനെ സ്വർണവും വെള്ളിയും ആക്കുമായിരുന്നു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ വീട് സ്വർണം, അല്ലാഹ് ഇല്ല എന്ന് പറയുന്നവർക്ക് അവരുടെ വാതിലുകൾ പെട്ടെന്ന് സ്വർണം, അതുപോലെ തന്നെ അവരുടെ കട്ടിലുകളും അവരുടെ ഫർണിച്ചറുകളും എല്ലാം സ്വർണം എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഇല്ല എന്നങ്ങ് പറയുമ്പോഴേക്ക് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടുന്നു. എന്നാൽ എല്ലാ സ്വർണം ആക്കിക്കൊടുക്കുന്ന അല്ലാഹു, പക്ഷേ അല്ലാഹു അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരുന്നത് ഈ ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്കും സുഖിക്കണം, ഈ ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്കും സുഖം കിട്ടണം. മാത്രമല്ല ആ സുഖം കിട്ടിയാലേ മുഅ്മിനീങ്ങളിൽ ഈമാൻ കുറവുള്ളവർ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നവരുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിലോ അവർക്കും തോന്നും, ഒന്ന് അവിശ്വാസിയായാൽ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്,
ഞാനൊന്ന് അപ്പുറത്തേക്ക് മാറ്റി ചവിട്ടിയാലോ? അവർ ചിന്തിക്കുകയാണ് അത് അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹവും തീരുമാനവുമാണ്. എന്നാൽ എന്താണ് അവിശ്വാസികൾക്ക് ആ പറഞ്ഞതുപോലെ സ്വർണവും വെള്ളിയും ആക്കാതെ നിന്നതിൻ്റെ കാരണം? ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുകയാണ്, അല്ലാഹുവിൽ കറകളഞ്ഞ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് അല്ലാഹുവിൻ്റെ അമ്പിയാക്കളാണ്, അത് അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണ്. ഊണും ഉറക്കവും ഒന്നുമേ കൂടാതെ 3 കാലം ചുറ്റി നടന്നവർ മുഹ്യിദ്ദീൻമാലയിൽ നമ്മൾ കാണുകയാണ്. അവർക്ക് എന്ത് തന്നെ വന്നാലും അവർ അല്ലാഹു അല്ലാഹു അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവരാണ്. അവരുടെ ഈമാൻ അളവ് പോലും ചാഞ്ചല്യമില്ലാത്തവരാണ്. അവർ മനസ്സിൽ ഈമാൻ ഉറച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. പക്ഷേ ദുർബലരായ നമ്മൾ ഒന്ന് മാറ്റി ചവിട്ടിയാലോ, ഒന്ന് അപ്പുറത്തേക്ക് മറഞ്ഞാലോ എന്ന് ചിന്തിച്ചാലോ, രാവിലെ നേരം വെളുക്കുമ്പോൾ നമ്മൾ മുഅ്മിനായിരിക്കും. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നല്ല സുഖങ്ങൾ കാണുമ്പോൾ ഒന്ന് അവിശ്വസിച്ചാലെന്താ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ അവർ ധാരാളം സ്വർണ്ണ കോയനുകൾ നമുക്ക് ഏൽപ്പിക്കുന്നു. ഒരേ ഒരു ഡിമാൻഡ്, ഒന്ന് അള്ളയില്ല എന്ന് പറഞ്ഞാൽ മതി. ചിന്തിക്കുകയില്ലേ, ഒരു 10 സ്വർണ്ണ നാണയം തരാം, അള്ളല്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈമാനില്ലാത്തവർ മാറിപ്പോകും. അതുകൊണ്ട് അല്ലാഹു തരുന്ന ഒരു അനുഗ്രഹമാണ്. നമുക്കും കൂടെ ഈ ദുനിയാവിൽ സുഖിക്കാൻ അല്ലാഹു നമുക്ക് പച്ച പരവതാനി വിരിച്ചു തരികയാണ്. അത് അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇനി നോക്കൂ, ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഒരു രോഗി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി, ഒരാഴ്ച കഴിഞ്ഞു. അങ്ങനെ ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് മടങ്ങുമ്പോൾ ഹോസ്പിറ്റലിലെ ബില്ലുകൾ നമുക്കറിയാം, എല്ലാം ബിസിനസ്സുകളാണ്. ആ ബില്ല് 1.5 ലക്ഷം ബില്ല് രേഖപ്പെടുത്തി. അതിൽ ഹോസ്പിറ്റലിലെ ഉടമസ്ഥൻ പറയുന്നു, ഇവിടെ ഇൻഷൂർ ഒന്നും പരിഗണിക്കൂല, ഇവിടെ ഒരേ ഒരു ഡിമാൻഡ്, അല്ലല്ല എന്ന് പറഞ്ഞാൽ മതി. എങ്കിൽ നിങ്ങൾ ഒരു 10,000 ഉറുപ്യ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ വരിയായി നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ മനസ്സിൽ തോന്നും, അല്ലല്ല എന്ന് പറഞ്ഞാൽ എന്താ, അതങ്ങ് ഇട്ട് തരും. പിന്നെ ഇവിടെ ആരാണ് അല്ലാഹുവിനെ ആരാധിക്കാനുണ്ടാവുക? അപ്പൊ ആ ഒരു രോഗിയുടെ മനസ്സിൽ പോലും, സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ പോലും അല്ലയില്ല എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരികയും അതങ്ങ് പറഞ്ഞാൽ അവൻക്ക് ഇഷ്ടം പോലെ സുഖം. ഹോസ്പിറ്റലിൽ ചാർജ് കുറവ്, അതുപോലെ തന്നെ ഒന്ന് ഷോപ്പിങ്ങിന് പോയാൽ അവിടെയും ചാർജ് കുറവ്, അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെയും കുറവ്, റേഷൻ കടയിൽ പോയാൽ ഒന്നുമില്ല, ഒരു പൈസയും അടക്കണ്ട. മുഅ്മിനീങ്ങൾ പോയാൽ നല്ല പൈസ അടക്കണം. അങ്ങനെയായാൽ പിന്നെ ഇവിടെ ഈമാനുള്ളവർ ആരും ഉണ്ടാവുകയില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈ ദുനിയാവിലും മുഅ്മിനീങ്ങൾക്ക് എല്ലാ സുഖങ്ങളും നൽകണം എന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതാണ് അർ-റഹ്മാൻ. ഈ ലോകത്ത് അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്യുന്ന അല്ലാഹ്. അർ-റഹീം, ഈ ലോകത്ത് ഭയപ്പെടുന്നവർക്ക് മാത്രം നാളെ പാരത്രിക ലോകത്ത് അനുഗ്രഹം ചെയ്യുന്ന അല്ലാഹ്. അല്ലാഹു പറയുകയാണ്, വഇൻ കുല്ലു ദാലിക ലമ്മാ മതാഉൽ ഹയാത്തിദ് ദുനിയാ. എന്നാൽ നിങ്ങൾ കണ്ട ഈ സൗകര്യങ്ങളെല്ലാം അല്ലാഹ് പറയാണ്, മുഅ്മിനീങ്ങൾക്കും അനുഗ്രഹം തന്നു, എല്ലാവർക്കും അനുഗ്രഹം തന്നു. എന്നിട്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ കാണുന്ന സുഖാഡംബരങ്ങളും ഈ കാണുന്ന സൗകര്യങ്ങളും ഇതെല്ലാം ഉപയോഗിച്ച് മതിമറന്ന് നിങ്ങൾ ആശ്വസിക്കരുത്. വഇൻ കുല്ലു ദാലിക ലമ്മാ മതാഉൽ ഹയാത്തിദ് ദുനിയാ. എന്നാൽ നിങ്ങൾ കണ്ട ഈ സൗകര്യങ്ങളെല്ലാം ഈ താഴ്ന്ന ജീവിതമാകുന്ന നശ്വരമായ ദുനിയാവിലെ സുഖാഡംബരങ്ങൾ മാത്രമാണ്. വൽ ആഖിറതു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ. എന്നാൽ നബിയേ, അങ്ങയുടെ റബ്ബിന്റെ അടുക്കലുള്ള സൗകര്യങ്ങൾ, അവിടെയുള്ള സുഖങ്ങൾ, അവിടെയുള്ള അനുഗ്രഹങ്ങൾ
ആ അനുഗ്രഹങ്ങളാണല്ലോ പാരത്രിക ലോകത്തിലുള്ള അല്ലാഹു തയ്യാർ വെച്ചിട്ടുള്ള സ്വർഗീയ ഭവനം. അതാർക്കുള്ളതാണെന്നറിയോ നബിയെ? ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. അല്ലാഹുവേ, ആ മുത്തഖീങ്ങളിൽ ഞങ്ങളെയും പെടുത്തണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാൽ, അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ഖലഖർ റഹ്മ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തെ പടച്ചു വെച്ചു. എങ്ങനെയാണ് പടച്ചത്? യൗമ ഖലഖഹാ, ആ അനുഗ്രഹത്തെ പടച്ച നാളിൽ, മിഅത റഹ്മ, 100 അനുഗ്രഹമായിട്ട് പടച്ചു വെച്ചു. ഇവിടെ ഇത് വിശദീകരിച്ച് മഹാന്മാർ പറയാണ്, 100 എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും ഒരു 100 അനുഗ്രഹം അള്ളാഹുവിൻ്റെ അടുത്തുള്ളൂ എന്ന് നിങ്ങൾ വെക്കരുത്. 100 അനുഗ്രഹം മാത്രമല്ല അള്ളാഹിൻ്റെ അടുത്ത്, 100% എന്ന് വെക്കണം. കാരണം ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉണ്ടാക്കി വെച്ചാൽ അത് 100 ഉണ്ടാവും, 100 നമ്മൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു. ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ നമ്മൾ 100 ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അള്ളാഹു അനുഗ്രഹം പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 100 അനുഗ്രഹം കൊണ്ട് മാത്രം ഇവിടെ ഒതുക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ മിഅത റഹ്മ എന്ന് പറഞ്ഞാൽ 100 റഹ്മത്ത് എന്ന് പറഞ്ഞാൽ 100% താമ്മ അല്ലെങ്കിൽ കാമിലായിട്ടാണ് അള്ളാഹു ഇവിടെ അനുഗ്രഹം വെച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വിശദീകരിച്ച് തരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി. ആ മാർക്ക് കിട്ടിയാൽ 100% വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ 100% ആവുകയില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം അത് ഒരു 100 അനുഗ്രഹം അല്ല, മറിച്ച് 100%. അഥവാ അതിൻ്റെ പൂർത്തീകരണത്തിൽ എല്ലാം മികച്ച രൂപത്തിൽ അല്ലാഹു അനുഗ്രഹം ഇവിടെ പടച്ചു. ആ അനുഗ്രഹം 100% അല്ലാഹു പടച്ചു വെച്ചു. ഫഅംസക ഇൻദഹു 99 റഹ്മ, ആ 100% അനുഗ്രഹത്തിൽ നിന്ന് 99% അല്ലാഹുവിൻ്റെ അടുക്കൽ അല്ലാഹു എടുത്തു വെച്ചു, മാറ്റിവെച്ചു, പെൻഡിങ്ങിലാക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്. വഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദ, അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മുഴുവനായിട്ട് 1% റഹ്മത്ത് മാത്രമേ അല്ലാഹു നൽകിയിട്ടുള്ളൂ ഈ ദുനിയാവിൽ. ബാക്കി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചു, പിന്തിച്ചു വെച്ചു, അല്ലെങ്കിൽ പെൻഡിങ്ങിലാക്കി വെച്ചു. അപ്പൊ നമ്മളിവിടെ കാണുകയാണ്, യൂസുഫ് അലി സാഹിബ് വലിയ കോടീശ്വരനാണ്, അതുപോലെ തന്നെ അദാനിയും, അതുപോലെ തന്നെ അത്തരം വലിയ ആളുകളൊക്കെ നമ്മൾ കാണുകയാണ്. അങ്ങനെയൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരുണ്ടെങ്കിലും വലിയ വലിയ മുതലാളിമാരുണ്ടെങ്കിലും അവർക്കൊക്കെ കിട്ടിയത് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 100% അനുഗ്രഹത്തിൽ നിന്ന് 1%, ആ 1%ത്തെയും ഭാഗിച്ച് അതിൻ്റെ ഒരു ലേശം മാത്രമേ ഇവിടെയുള്ള മുതലാളിമാർക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഅംസക ഇൻദഹു 99 റഹ്മ, 100%-ൽ നിന്ന് 99%-വും അല്ലാഹുവിൻ്റെ അടുക്കൽ അല്ലാഹു എടുത്തു വെച്ചു, പെൻഡിങ്ങിലാക്കി വെച്ചു. വഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദ, അവൻ്റെ സൃഷ്ടികളിലേക്ക് മുഴുവനും അയച്ചിട്ടുള്ളത് റഹ്മതൻ വാഹിദ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും 1% മാത്രമേ ഉള്ളൂ. അപ്പൊ സൃഷ്ടികൾക്ക് മുഴുവനും എന്ന് പറഞ്ഞാൽ
ഈ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, മലപ്പുറം ജില്ലയിലുള്ളവർക്ക് മാത്രമല്ല, കേരള സ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിലുള്ളവർക്ക് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾക്ക് മാത്രമല്ല, കരയിലുള്ളവർക്ക് മാത്രമല്ല, കടലിലുള്ളവർക്ക് മാത്രമല്ല, മുഴുവൻ ലോകങ്ങൾക്കും, പ്രത്യേകിച്ച് ആകാശലോകത്തുള്ളവർക്കടക്കം മുഴുവൻ സൃഷ്ടികളിലേക്കും കൂടെ അല്ലാഹു അയച്ചിട്ടുള്ളത് 1% റഹ്മത്ത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 1% വണ്ണവും വലിപ്പവും ഇത്രയധികമാണെങ്കിൽ ബാക്കിയുള്ള 99% എണ്ണവും വലിപ്പവും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ മുഅ്മിനീങ്ങളെ? അത് എത്ര വലുതാണ്! ഇന്ന് നമ്മൾ ദുബായിലേക്ക് പോയാൽ ബുർജ് ഖലീഫ കാണുകയാണ്. അതുപോലെ തന്നെ ലോകം നമ്മുടെ സഞ്ചരിച്ചു പോവുകയാണെങ്കിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോയാൽ, ജപ്പാനിലേക്ക് പോയാൽ, ജോർദാനിലേക്ക് പോയാൽ, ലോകം മുഴുവനും ഓരോ രാജ്യങ്ങളും സഞ്ചരിച്ചു പോയാൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കാണുന്നു. എല്ലാം അല്ലാഹു അയച്ചിട്ടുള്ള 1% ഭാഗിച്ച് ഓരോ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുകയാണ്. ബാക്കി 99% നാം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുകയാണ്. അവിടെന്ന് പറഞ്ഞു, ഫലൗ യഅലമുൽ കാഫിറു ബികുല്ലില്ലദീ ഇൻദല്ലാഹി മിനർ റഹ്മ. അല്ലാഹുവിന്റെ കാരുണ്യം മുഴുവനായും സത്യനിഷേധികളായ ആളുകൾ, അല്ലാഹ് എന്ന് പറയുന്ന ആളുകൾ, എന്നാൽ അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, ഇത്തരം അവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിന്റെ കാരുണ്യം മുഴുവനും അറിഞ്ഞിരുന്നുവെങ്കിൽ ലം യൈഅസ് മിനൽ ജന്ന, അവൻ സ്വർഗത്തെക്കുറിച്ച് നിരാശനായിരിക്കുകയില്ല. അഥവാ ആ സ്വർഗത്തിൽ കടക്കാൻ അവനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ്. അവിശ്വാസിക്ക് അറിവ് എന്ന് പറയുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള ഇൽമ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമ് അത് എത്താത്തത് കൊണ്ടാണ് സ്വർഗത്തെ അവൻ പരിഹസിക്കുന്നത്, അല്ലാഹുവിനെ അവൻ പരിഹസിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചാൽ, അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിച്ചാൽ, അല്ലാഹുവിന്റെ ശിആറുകളെ പരിഹസിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്താണല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹിദായത്ത് നീ നിലനിർത്തി തരണേ അല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നാൽ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഈമാനിൽ നിങ്ങൾ റീചാർജ് ചെയ്തുകൊണ്ട് ഈമാനിന് തിളക്കം കൂട്ടണം എന്ന അർത്ഥത്തിൽ അവിടുന്ന് തുടരുകയാണ്. വലൗ യഅലമുൽ മുഅ്മിനു ബികുല്ലില്ലദീ ഇൻദല്ലാഹി മിനൽ അദാബ്. അല്ലാഹുവിന്റെ അടുക്കലുള്ള എല്ലാ ശിക്ഷകളെ കുറിച്ചും ഒരു വിശ്വാസി അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് നൽകുന്ന ഓരോ ശിക്ഷകളെ കുറിച്ചും ഓരോരുത്തരും അറിഞ്ഞിരുന്നുവെങ്കിൽ ലം യഅമൻ മിനന്നാർ, അവൻ ആ നരകാഗ്നിയിൽ സുരക്ഷിതനായിരിക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്കുള്ള വിശ്വാസം കുറഞ്ഞുപോയി. അവൻക്ക് ശിക്ഷയുണ്ടാകുമോ ഇല്ലയോ എന്നതിലും കുറച്ച് അല്പം പിന്നോട്ട് പോയി. ഓ വിശ്വാസികളെ, അങ്ങനെയൊന്നും കുറഞ്ഞു അല്ലാഹു നാളെ ശിക്ഷിക്കൂല, ഞാൻ രക്ഷപ്പെടുമെന്ന ചിന്തയിൽ നിന്ന് മാറി നിന്റെ മനസ്സിലേക്ക് വരേണ്ടത്, പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ, എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എന്ത് കണ്ടാലും റബ്ബ് നാളെ ചോദ്യം ചെയ്യുമല്ലോ, എൻ്റെ കാതുകൊണ്ട് എന്ത് കേട്ടാലും റബ്ബ് നാളെ ചോദ്യം ചെയ്യുമല്ലോ, എൻ്റെ കൈ കൊണ്ട് എന്ത് പിടിച്ചാലും എന്ത് വാങ്ങിയാലും, ഹറാമായത് പിടിച്ചാലും ഹറാമായത് വാങ്ങിയാലും റബ്ബ് അറിയുമല്ലോ. ഓരോന്നിനും മറുപടി പറയാതെ
എൻ്റെ കാൽപാദം മാറ്റിവെക്കാൻ പറ്റില്ല, അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാകുമല്ലോ, അതിനെക്കുറിച്ചൊരു ചിന്തയുണ്ട് എങ്കിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന ചിന്തയിൽ മുഅ്മിന് നടക്കുമായിരുന്നില്ല. അത് അവന്റെ ഈമാനിന്റെ കുറവാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. എന്നിട്ടോ നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന ഓരോ പളപളപ്പുകളും കോടീശന്മാരെയും അതുപോലെ തന്നെ വലിയ വലിയ മുതലാളിമാരെയും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്, അവിടുത്തെ റഹ്മത്തിൻ്റെ 100%-ൽ 1% മാത്രമാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകും, 100-ൽ 99% എന്തിനാണ് അല്ലാഹു മാറ്റിവെച്ചത്? ഇതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വഅഖറ ഇൻദഹു 99 റഹ്മ, 99% അല്ല പെൻഡിങ്ങിലാക്കി വെച്ചുവല്ലോ, അവിടെ മാറ്റിവെച്ചുവല്ലോ, പിന്തിച്ചു വെച്ചുവല്ലോ. ആ 99% അല്ലാഹു പിന്തിച്ചു വെച്ചത് എന്തിനാണെന്നറിയോ? യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. റഹീമായ അല്ലാഹു അവനനുസരിച്ചവർക്ക് വേണ്ടി മാത്രം സുഖിപ്പിക്കാൻ. എന്തൊരു പ്രയോഗമാണ്, നിങ്ങൾ ആലോചിച്ചു. അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവർക്ക് വേണ്ടി മാത്രം സുഖിപ്പിക്കാൻ തന്നെയാണ് നാളെ ആഖിറത്തിൽ 99% റഹ്മത്തിനെ അള്ളാഹു അവിടെ മാറ്റിവെച്ച്. അപ്പൊ നാളെ ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം എത്ര വലുതാണ്! സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹുവേ, ആ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ കടത്തണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതല്ലേ പറഞ്ഞത്? മിഅ്റാജിന്റെ രാത്രിയിൽ അവിടുന്ന് സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്. വലതു ഭാഗത്തേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു, ഇടതു ഭാഗത്തേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു, നബിയെ, തങ്ങൾ വലതു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ചിരിച്ചു, എന്താണ്? അത് സ്വർഗീയ സുഖം കണ്ട്, സ്വർഗത്തിലെ ഓരോ അനുഗ്രഹങ്ങൾ കണ്ട്, സ്വർഗത്തിൽ പ്രവേശിച്ചവരെ കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിച്ചതാണ്. എന്നാലോ വലതു ഭാഗത്തേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇടതു ഭാഗത്തേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു പോയതോ? സുബ്ഹാനല്ലാഹ്. അവിടെ ഓരോന്നും അനുഭവിക്കുന്ന ഓരോ രംഗങ്ങൾ കണ്ടതാണ്. അവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന ശിക്ഷ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു പോയതാണ്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫീഹാ മിനൻ നഈം. സ്വർഗത്തിലാണ് മുഅ്മിനീങ്ങളെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഈ ദുനിയാവിലൊന്നുമല്ല. അനുഗ്രഹം എന്താണ്? ഇവിടത്തെ എന്ത് സുഖം, ഇവിടെ എന്ത് സുഖം, ഇവിടെ എന്ത് പണം, ഇവിടെ എന്ത് കിട്ടിയാലും അത് തീർന്നു പോകാനുള്ളതല്ലേ. പക്ഷേ ഇവിടെ നമ്മുടെ ഈമാൻ നിലനിൽക്കാൻ അല്ലാഹു നൽകിയ ഒരു സുഖമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ, നമുക്ക് നല്ല സൗകര്യങ്ങളോടുകൂടെ അല്ലാഹുവിലേക്ക് ഒന്നുകൂടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തന്നതാണ്. എന്നാൽ സുഖം കിടക്കുന്നത് നാളെ ആഖിറത്തിലാണ്. വഫീഹാ മിനൻ നഈം. ആ സ്വർഗത്തിലാണ് അനുഗ്രഹങ്ങളുള്ളത്. വല്ലദാത്ത്. ആ സ്വർഗത്തിലാണ് രസങ്ങളുള്ളത്. വസ്സുറൂർ. ആ സ്വർഗത്തിലാണ് സന്തോഷമുള്ളത്. എന്നിട്ട് അവിടെന്ന് പറഞ്ഞു, മാലാ ഐനുൻ റഅത്. ഒരു കണ്ണും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സുഖം സ്വർഗത്തിലുണ്ട്. വലാ ഉദുനുൻ സമിഅത്. ഒരു കാതും ഇന്നേവരെ കേൾക്കാത്ത സുഖം സ്വർഗത്തിലുണ്ട്. വലാ ഖത്റുൻ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിക്കാത്ത, ഇന്നേവരെ അവന്റെ ഖൽബിൽ ചിന്തിച്ചിട്ടില്ലാത്ത സുഖം നാളെ സ്വർഗത്തിലുണ്ട്. ആ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലുണ്ട് എങ്കിൽ ആ സ്വർഗം കിട്ടാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ആ സ്വർഗത്തിലെത്തിപ്പെടാനുള്ള ഒരു തിരിയാണ് ഈമാൻ എന്നുള്ളത്. അല്ലാഹു നമുക്ക്
നമുക്ക് നൽകിയിട്ടുള്ളത്. അത് അല്ലാഹു നമുക്ക് നൽകി, അൽഹംദുലില്ലാഹ്. പക്ഷേ ആ ഈമാൻ എന്ന് പറയുന്ന പ്രകാശം കെട്ടുപോകാതെ അതിന് നല്ല സംരക്ഷണത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നന്നായി റീചാർജ് ചെയ്യണം, വോൾട്ടേജ് കൂട്ടണം. ആ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി നന്നായി ഖുർആൻ ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, സൂറത്ത് ആൽ ഇംറാനിൽ 133-ാമത്തെ ആയത്തിൽ പറയുന്നു, മുഅ്മിനീങ്ങളെ, ആ സ്വർഗീയ സുഖം നിങ്ങൾക്ക് നേടേണ്ടേ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഉളരണേ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരണേ. ചിലതെല്ലാം അല്ലാഹു മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയെങ്കിലും ഈ മുഅ്മിനൊന്ന് നന്നാവണം എന്ന ചിന്തയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഗ്ഫിറത്തിന്റെ വാതിൽ അവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. എന്നിട്ട് പടച്ച റബ്ബ് പറയുകയാണ്, നിങ്ങൾ തൗബ ചെയ്തോളൂ, നിങ്ങൾ തൗബ ചെയ്താൽ അത് പുറത്തു തരുന്നവനാണ് ഞാൻ. നമ്മൾ അല്ലാഹുവിലേക്ക് ഓരോ ദിവസവും ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് പടച്ച റബ്ബേ നിന്റെ മഗ്ഫിറത്ത് തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്കങ്ങനെ ഒന്ന് ചെയ്യണ്ടയോ മുഅ്മിനീങ്ങളെ? ഒരു തെറ്റും ചെയ്യാത്ത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും 100-ൽ പരം ഇസ്തിഗ്ഫാർ ചെയ്യുന്നവനാണ് ഞാൻ. ആരാണ് പറയുന്നത്? ഇന്നേ വരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല, തമാശയിൽ പോലും കളവ് പറയാത്ത, കണ്ണുകൊണ്ട് ഹറാമ് കാണാത്ത, കാതുകൊണ്ട് ഹറാമ് കേൾക്കാത്ത, ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിക്കാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുന്നുണ്ട് എങ്കിൽ നമ്മളല്ലേ അതിനേക്കാളും ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. അല്ലാഹു പറയുന്നു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങളൊന്ന് ഉളരണേ. വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരണേ. ആ സ്വർഗം ആർക്കുള്ളതാണെന്നറിയോ? അത് മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്തു വെച്ചതാണ്. വസാരിഊ, നിങ്ങൾ ഉളരണേ, നിങ്ങൾ വേഗം ഒന്ന് സ്പീഡിൽ സഞ്ചരിക്കണേ എന്നെല്ലാം അർത്ഥമുള്ള സാരിഊ എന്നതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അർത്ഥം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മത്സരാർത്ഥി, ആ മത്സരാർത്ഥി മറ്റു വേദികളിലുള്ള ഒരു വേദിയിലേക്ക് പോയാൽ ആ വേദിയിലുള്ള മറ്റു വിദ്യാർത്ഥികളെ എങ്ങനെയെല്ലാം പിന്തള്ളാൻ വേണ്ടി അവന്റെ മത്സരം അവൻ മാറ്റുകൂട്ടുന്നുണ്ടോ, അപ്ഡേഷൻ ചെയ്യുന്നുണ്ടോ, അത് എന്നതുപോലെ നമ്മുടെ നിസ്കാരങ്ങളെ നമ്മളൊന്ന് ക്ലിയറാക്കണം. നമ്മളൊരു കാക്ക കുളിക്കുന്നത് പോലെ ഒന്ന് സുജൂദ് ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വേഗം പായുന്നതിന് പകരം നമ്മുടെ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ സുജൂദിലേക്കൊന്ന് നോക്കിയിട്ട് റബ്ബേ നിന്റെ മുമ്പിലാണല്ലോ ഞാൻ നിൽക്കുന്നത് എന്ന രൂപത്തിൽ എൻ്റെ നിസ്കാരം ഒന്ന് കബൂലാക്കണമെന്ന രൂപത്തിൽ തക്ബീർ കിട്ടുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ തന്നെ മനസ്സ് അല്ലാഹുവിലേക്ക് ലയിച്ച് നിസ്കാരം ക്ലിയറാക്കണം. സകാത്ത് കൊടുത്ത് വീട്ടണം, കൃത്യമായി നോമ്പനുഷ്ഠിക്കണം, കഴിയുന്നുവെങ്കിൽ കഴിയുന്നത് പോലെ ധാരാളം ദിക്റുകൾ മെല്ലെ മെല്ലെ വർദ്ധിപ്പിക്കണം. അങ്ങനെ ധാരാളം ഖുർആനോത്തുകൾ മെല്ലെ മെല്ലെ ഓതണം. ഖുർആൻ ഓതുമ്പോൾ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ നമ്മൾ കുറ്റക്കാരാകും. അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജുകളും അതിൻ്റെ സിഫത്തുകളും എല്ലാം പരിഗണിച്ച് ഓതുമ്പോഴാണല്ലോ തജ്വീദ് എന്ന് പറയുന്നത്. മല്ലം യുജവ്വീദിൽ ഖുർആന ആസിമോ, തജ്വീദില്ലാതെ ഖുർആൻ ഓതിയാൽ അവൻ ആസിമുൻ, അത് കുറ്റക്കാരനാണ് എന്നല്ലേ ഇമാം ജസൂരി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫാത്തിഹ സൂറത്തിന് വലിയ മഹത്വമുണ്ട്. ആ ഫാത്തിഹ ഓതി
ഓതിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചാൽ അതിന് ഫലമുണ്ട്, പക്ഷേ അതിന് ഫലം കിട്ടുന്നില്ല എന്ന് കരുതി ഫാത്തിഹയുടെ കുഴപ്പമല്ല, അത് നമ്മുടെ കുഴപ്പമാണ്. കാരണം എന്തേ? അൽഹംദു ഓതുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. അൽഹംദു ആകുമ്പോൾ ലാമിന് ശബ്ദ കൂടി അവിടെ നിന്ന് വിട്ടുപോയി. പിന്നെ അൽഹംദു ഓതിയാൽ പിന്നെ നമ്മുടെ മന്ത്രത്തിന് ഫലമല്ല, അതിന് ധാരാളം ഉപദ്രവങ്ങളായിരിക്കും. കാരണം അൽഹംദു എന്ന് പറയുമ്പോൾ ഹാ ഉച്ചരിക്കണം. ആ ഹാ പഠിപ്പിക്കുന്നത് തന്നെ വലിയ വലിയ മനോഹരമായി പഠിപ്പിക്കുമ്പോൾ അതിനൊന്നും നമ്മൾ തയ്യാറാവുന്നില്ല. തജ്വീദനുസരിച്ച് നമ്മൾ ഖുർആൻ ഓതാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ ധാരാളം ഖുർആൻ ഓതുന്നവരാണ്, പക്ഷെ എത്ര തെറ്റുകൾ വരുന്നു അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തജ്വീദനുസരിച്ച് ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം, ദിക്റുകൾ ചൊല്ലണം. അങ്ങനെ ചൊല്ലുമ്പോഴാണ് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും ജന്നത്തുൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്തു വെച്ച സ്വർഗീയ ഭവനം നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ. എൻ്റെ കഥ എന്താണ്? നിങ്ങളുടെ കഥ എന്താണ്? ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഈ ചോദ്യം വിട്ടുകൊടുക്കണം. പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരല്ലേ ഞാനും നിങ്ങളും? മഹ്ശറാമൻ സഭയിൽ നിൽക്കേണ്ടവരല്ലേ ഞാനും നിങ്ങളും? ആ മഹ്ശറയിൽ നിൽക്കുമ്പോൾ പടച്ച റബ്ബ് എത്രയാണ് നമുക്ക് അനുഗ്രഹം തന്നിട്ടുള്ളത്. നമുക്ക് അല്ലാഹു കിടക്കാനുള്ള വീട് തന്നിട്ടുണ്ട്, കട്ടില് തന്നിട്ടുണ്ട്, സൗകര്യമുള്ളതെല്ലാം തന്നിട്ടുണ്ട്, ഭക്ഷണങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ഒന്ന് പരിശോധിച്ചു നോക്കണം. ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുന്നു. ബോംബുകൾ ഓരോ നിമിഷവും അവർ വീഴുന്നത് കണ്ട് പേടിച്ചോടുകയാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുകയാണ്. നമുക്ക് അങ്ങനെയൊന്നുമുള്ള പ്രയാസമില്ല, പക്ഷേ ചില ആശങ്കകളുണ്ട്. റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. കേരളമെങ്ങാനും പിടിച്ചു കിട്ടിയാൽ പിന്നെ ഇവിടെയുള്ള പള്ളികൾ ഉണ്ടാവുകയില്ല, പിന്നെ മുസ്ലിമീങ്ങളുടെ ഷിയാറുകൾ ഉണ്ടാവുകയില്ല. ഗൂഢതന്ത്രങ്ങൾ മെനയുന്നുണ്ട്. റബ്ബ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവിടെയും നമ്മുടെ ഈമാന് പതറാതെ കൊണ്ടുപോകണം. അതിനുവേണ്ടി മുഅ്മിനീങ്ങളെ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കണം. ഒരു നിസ്കാരവും ഖളാക്കി പോകരുത്, ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാം വാരി വിതറേണ്ട എന്ന് പറഞ്ഞാൽ കാലി സഞ്ചിയാണ് നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കുക. ആ സഞ്ചി നിറച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഖബറിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ആ സഞ്ചിയിൽ ധാരാളം ഖുർആനോത്തുകൾ ഒരു ഭാഗത്ത് വേണം, ധാരാളം ദിക്റുകൾ വേണം, ധാരാളം സ്വലാത്തുകൾ വേണം. ഈ സഞ്ചി നല്ല കിറ്റാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള കിറ്റാണ്. ആ കിറ്റുമായി നാളെ ആഖിറത്തിൽ പോകുമ്പോഴോ ആ കിറ്റിലുള്ളതെല്ലാം ഓരോന്നും ഖായിബായി മടക്കാത്ത രൂപത്തിൽ നല്ല പ്യുവറായ നല്ല രൂപത്തിൽ നമുക്ക് കിട്ടണം. മീസാനാകുന്ന തുലാസിൽ അത് ഭാരം കിട്ടണം. റബ്ബേ നീ തൗഫീഖ് തരണേ അല്ലാഹ്, നീ തൗഫീഖ് തരണേ അല്ലാഹ്, നീ തൗഫീഖ് തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, അടുത്തോട്ട് വരണം, യാ അക്രം വൈത്ത് ചൊല്ലണം. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العامم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاءك به إذا الكريم تجلى باسم منتخم مولاي صل وسلم دائما أبدا على حبيبك خير فإن من جودك دنيا ومرأتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا بك خير الخلق كلهم ألا رحمة حين يقسمها تكي على حسبي
يعني في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إنا له صبرا ما تدعوه الأهوال ينهزم مولاي وسلم دائما أبدا على حبيبي بك خير الخلق فيهم كلهم واغذل لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي لم دائما أبدا على حبيبي للخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي لم دائما أبدا على حبيبي بك خير الخلق كلهم مرنهات عذابات البال ريح صعبا وأترب العيسى بالعيس بالنوام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله الله سعد سعيد زبيد طلحة وهب عبيدة وابن عوف عشير الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي
بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي